ഹലോ, ഞങ്ങൾ CLF റെഗുലർ മീറ്റിംഗിൽ ജേണൽ വൗച്ചർ എൻട്രി നടത്തുകയാണ്. ഞങ്ങൾ ക്രമീകരണ എൻട്രി നൽകിയിട്ടുണ്ട്. ആദ്യം നമ്മൾ തീയതി നൽകും. ഏത് തീയതിക്കും ഞങ്ങൾ ക്രമീകരണം വരുത്താൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഇവിടെ പേര് മാറ്റി. ഒരു കേഡറിൽ നിന്ന് മറ്റൊരു കേഡറിലേക്ക് പണമടച്ചു. ഇനി നമുക്ക് തല മാറ്റാനും കഴിയും. അതിനുമുമ്പ് നമ്മൾ ഒരു ഡെബിറ്റ് വരി ചേർക്കും. നമ്മൾ തലയിൽ ക്ലിക്ക് ചെയ്യും. ഇപ്പോൾ ഞങ്ങൾ ഇവിടെയുണ്ട്. നമ്മൾ സ്ഥിര ആസ്തികളിൽ ക്ലിക്ക് ചെയ്യും. ദയവായി ക്രെഡിറ്റ് വരി ചേർക്കുക. ക്രെഡിറ്റ് വരി ചേർക്കാം. ഇവിടെ നമ്മൾ സ്ഥിര ആസ്തികൾ ചേർക്കും. ഞങ്ങളുടെ മീറ്റിംഗ് അവസാനിപ്പിക്കുമ്പോൾ 200 രൂപയുടെ സസ്പെൻസ് ഉണ്ടായിരുന്നതിനാൽ ഞാൻ സ്ഥിര ആസ്തികൾ നൽകുന്നു. അതും നമ്മൾ ക്രമീകരിക്കണം. കാരണം ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ എൻട്രി കാണിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അത് ഏത് എൻട്രി ആയിരുന്നു നിങ്ങൾക്ക് കാണിക്കാൻ കഴിയാത്തത്? ഏത് എൻട്രിയിലാണ് 200 രൂപ എന്ന തുക ഉണ്ടായിരുന്നത്? അങ്ങനെ അത് സ്ഥിര ആസ്തിയിലേക്ക് പോയി. ഞങ്ങൾ ഇവിടെ സസ്പെൻസ് തിരഞ്ഞെടുത്തു. ഞങ്ങളുടെ സസ്പെൻസ് ആയിരുന്ന ഡെബിറ്റ് വരിയിൽ ഞങ്ങൾ 200 രൂപ എടുക്കും. അതിനുശേഷം നമ്മൾ ഏത് തലയിലേക്കാണ് അത് കൈമാറുന്നത്? ഞങ്ങൾ അത് വരുമാനത്തിലേക്ക് മാറ്റുകയാണ്. വരുമാനത്തിൽ അത് CBOയിൽ നിന്നുള്ള ഞങ്ങളുടെ പിഴയായിരുന്നു. അതിനുശേഷം നമ്മൾ ഇവിടെ അതേ തുകയായ 200 രൂപ ടൈപ്പ് ചെയ്യും. ഞങ്ങൾക്ക് സസ്പെൻസിൽ കിട്ടിയ 200 രൂപ CBOയിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച പിഴയായിരുന്നു. ഇപ്പോൾ നമ്മൾ സമർപ്പിച്ചാൽ നമ്മുടെ എൻട്രി നടക്കും. ഇതാ നമ്മുടെ എൻട്രി വിജയകരമായി പൂർത്തിയാക്കി. ഞങ്ങൾ ജെവിയിൽ പ്രവേശിച്ചു. ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. അതാണ് BRS. നന്ദി.